കഴിഞ്ഞ വർഷത്തെ മലയാളം റിലീസുകളിലെ ഏറ്റവും പോസിറ്റീവ് മൊത്ത പബ്ലിസിറ്റി നേടിയ ഒന്നായിരുന്നു ജീതത്ത് ജോസഫ് മോഹൻലാൽ ടീമിന്റെ നേര്. ഒരിടവേളയ്ക്ക് ശേഷം താരമെന്നതിലുപരി മോഹൻലാലിലെ അഭിനേതാവ് തിയേറ്ററുകളിന് കയ്യടി നേടിയ ചിത്രമായിരുന്നു ഇത്. അതിന്റെ പ്രതിഫലനം ബോക്സ് ഓഫീസിലും ദൃശ്യമായി. ആദ്യ വാരാന്ത്യം കേരളമൊട്ടുക്കും ഹൗസ്ഫുൾ ബോർഡുകൾ തൂക്കിയ ചിത്രം റിലീസ് ചെയ്യപ്പെട്ട വിദേശ സെന്ററുകളിലും മികച്ച പ്രതികരണവും കളക്ഷനുമാണ് നേടിയത്. 2023 മലയാളം റിലീസുകളിൽ കേരളത്തിൽ നിന്ന് മാത്രം നേടിയ കളക്ഷനില് 2018 മാർഡിക്സിന് പുറത്ത് 3-ാം സ്ഥാനത്താണ് നേര്. എക്കാലത്തെയും മലയാളം ചിത്രങ്ങളുടെ കേരള ബോക്സ് ഓഫീസ് നോക്കുമ്പോൾ ഏറ്റവും നന്നായി കളക്ട് ചെയ്ത 5 ചിത്രങ്ങളുടെ ലിസ്റ്റിലും നേര് ഉണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 4-ാം വാരത്തിലെ തിയേറ്റർ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കൾ. സമീപകാലത്ത് 4-ാം വാരത്തിലെ ഏറ്റവുമധികം സ്ക്രീൻ കൗണ്ട് ലഭിച്ചിരിക്കുന്ന ചിത്രമായിരിക്കുകയാണ് നേര്. കേരളത്തിലെ 159 സ്ക്രീനുകളിൽ 4-ാം വാരത്തിലും നേര് പ്രദർശിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി ക്ലബിലെ ഇടം പിടിച്ച ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 80 കോടിക്ക് മുകളിലും നേടിയിട്ടുണ്ട്. കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അഭിഭാഷകയും നടിയുമായ ശാന്തി മായാദേവിയും ജീതത്ത് ജോസഫും ചേർന്നാണ്. വിജയമോഹന എന്ന അഭിഭാഷകനെയാണ് ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറെക്കാലത്തിന് ശേഷമാണ് മോഹൻലാൽ ബിഗ് സ്ക്രീനിൽ അഭിഭാഷകനായി എത്തുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂര് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം.